ശരി, ശ്രീ JR പത്മകുമാർ, ഈ രാഹുൽ ഗാന്ധിക്ക് രാജ്യത്തെ അറിയില്ല, ജനതയെ അറിയില്ല, രാഷ്ട്രീയം അറിയില്ല എന്ന് നിരന്തരം ആക്ഷേപിച്ചിരുന്നു BJP. രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യ ഹൃദയഭൂമിയിൽ ധൈര്യത്തോടുകൂടി മത്സരിക്കാനുള്ള തൻ്റെ ഇടമില്ല എന്ന ആക്ഷേപം ഉന്നയിച്ചിരുന്നു. ആ രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ, വാരണാസിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഉണ്ടായിരുന്നതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ റായ്ബറേലിയിലും വയനാട്ടിലും മത്സരിച്ച് ജയിച്ചു. ഇപ്പോൾ വയനാട് ഒഴിഞ്ഞ് അവിടെ പ്രിയങ്ക ഗാന്ധി വരികയാണ്. പ്രിയങ്ക ഗാന്ധിയെ കേരളം അറിയുക, രാജ്യം അറിയുക. ഇന്ദിരാഗാന്ധിയുടെ ചെറുമകൾ, ഇന്ദിരാഗാന്ധിയോട് രൂപസാദൃശ്യമുള്ളവൾ, ഇന്ത്യയുടെ മകൾ എന്ന നിലയിലായിരിക്കും. അവിടെ കുടുംബാധിപത്യം എന്ന ഒരൊറ്റ ആയുധം കൊണ്ട് ഈ പ്രിയങ്ക ഗാന്ധിയെ രാഷ്ട്രീയമായി നേരിടാൻ BJPക്ക് കഴിയുമോ? BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ മത്സരിച്ചിട്ട് 3ാം സ്ഥാനത്തേക്ക് പോയ വയനാട്ടിൽ പ്രിയങ്കയുടെ കന്നി മത്സരത്തിൽ അസാധാരണമായ ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കാനുള്ള സാഹചര്യമുണ്ട് എന്ന് BJP കാണുന്നുണ്ടോ? ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നിലവിലെ തെരഞ്ഞെടുപ്പ് നിയമം അനുസരിച്ച് 2 മണ്ഡലങ്ങളിൽ മത്സരിച്ചാൽ ജയിക്കുമ്പോൾ ഒരു മണ്ഡലം ഉപേക്ഷിക്കാം എന്നുള്ളത് അത് തെറ്റില്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ നിലവിലുള്ള നിയമം. പക്ഷെ നിങ്ങൾ ഈ 2 തെരഞ്ഞെടുപ്പും റായ്ബറേലിയിലും വയനാടിലും രാഹുൽ ഗാന്ധി മത്സരിച്ചതിൻ്റെ ആ ഒരു ചരിത്രം ഇത് പരിശോധിച്ച് നോക്കുക. വളരെ വലിയ രീതിയിൽ നമ്മളൊക്കെ ഒരു രാഷ്ട്രീയ നേതാവിനെ അങ്ങ് പുകഴ്ത്തുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഈ രീതിയിലുള്ളൊരു പ്രചരണം നടത്തുമ്പോൾ ആലോചിക്കുക, അദ്ദേഹം നടത്തിയ ആ നാൾ വഴികൾ, ആ തെരഞ്ഞെടുപ്പിൻ്റെ നാൾ വഴികൾ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക. രാഹുൽ ഗാന്ധിക്ക് ആത്മാർത്ഥമായി നെഞ്ച് ഉയർത്തി നിന്നുകൊണ്ട് ഞാൻ റായ്ബറേലിയിലും വയനാടിലും മത്സരിക്കും എന്ന് നേരത്തെ പറയാനുള്ളൊരു ധൈര്യം ഉണ്ടായിരുന്നോ? തെരഞ്ഞെടുപ്പിൽ അതിനുള്ളൊരു ആത്മവിശ്വാസം രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായിരുന്നു? ഇല്ലായിരുന്നല്ലോ. വയനാടിൽ മത്സരിച്ച സമയത്ത് വയനാടിൽ വന്ന് നോമിനേഷൻ കൊടുത്ത് അവിടെ തെരഞ്ഞെടുപ്പ് തീരുന്നത് വരെ ഈ കേരളത്തിലെ ജനങ്ങളോട്, വയനാട്ടിലെ ജനങ്ങളോട് ഞാൻ ഇനി ഒരു മണ്ഡലത്തിൽ കൂടി മത്സരിക്കും എന്ന് പറയാനുള്ള തൻ്റെ ഇടം ഉണ്ടായിരുന്നു. ഇതായിരുന്നു കോൺഗ്രസിൻ്റെയും രാഹുൽ ഗാന്ധിയുടെയും രാഷ്ട്രീയമായ കാപട്യം. അത് അവരുടെ മുന്നണിയിൽ തന്നെ ഇന്ത്യ മുന്നണിയുടെ നേതാക്കന്മാർ തന്നെ അന്ന് പറഞ്ഞു. അദ്ദേഹം ഇവിടുത്തെ ഇലക്ഷൻ തീർന്നതിന് ശേഷം റായ്ബറേലിയിൽ നോമിനേഷൻ കൊടുക്കുന്നതിനും അരമണിക്കൂർ മുമ്പാണ് നോമിനേഷൻ കൊടുക്കാൻ പോകുന്നത് എന്ന് പുറത്തു പറഞ്ഞത്. ഒരു അരമണിക്കൂർ കൊണ്ട് ഒരാളുടെ നോമിനേഷൻ തയ്യാറാക്കാൻ കഴിയുമോ? നേരത്തെ തയ്യാറാക്കി വെച്ചിട്ട് അത് പൊതുജനങ്ങളോട്, വോട്ടർമാരോട് പറയാനുള്ള ഒരു ആത്മവിശ്വാസം ഇല്ലാതെ ഒളിച്ചു കടത്തി കള്ളച്ചൂതിൽ കൂടി ജയിച്ചതിന് ശേഷം ഇപ്പൊ വലിയ വന്ന് കള്ളച്ചൂത് എന്ന ഒരു പ്രയോഗം താങ്കൾ അത് ഇന്ത്യൻ ജനാധിപത്യത്തെ പരിഹസിക്കുന്നതിന് തുല്യമാണല്ലോ. അല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഞാൻ പറഞ്ഞ വാചകം എനിക്ക് നല്ല ഉറപ്പുള്ളത് കൊണ്ടതാണ്. ഈ കേരളത്തിലെ ജനങ്ങളോട്, വയനാട്ടിലെ ജനങ്ങളോട് പറഞ്ഞില്ല ഞാൻ റായ്ബറേലിയിൽ മത്സരിക്കുന്നുവെന്ന്. റായ്ബറേലിയിലെ ജനങ്ങളോട് അവരോട് പറഞ്ഞത് എന്താ? ഞാൻ ഈ മണ്ഡലത്തിൽ തന്നെ മത്സരിക്കും, ജയിച്ചാൽ വയനാട് മാറും എന്നുള്ള രീതിയിലാണ് പ്രചരണം അവിടുത്തെ സാധാരണക്കാരായ ആളുകളോട്. ഈ രീതിയിൽ ജനങ്ങളെ, ജനാധിപത്യ വിശ്വാസികളെ പറഞ്ഞു പറ്റിച്ചതിന് ശേഷം ആ ഒരു മണ്ഡലം ജയിച്ചതിന് ശേഷം അത് നിലനിർത്തിക്കൊണ്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. ഇത് ഞാൻ വയനാട്ടിലെ ലീഗിന്റെ കൊടി വെച്ച് പ്രചാരണം നടത്തിയത് പാകിസ്ഥാന്റെ കൊടിയാണെന്ന് പ്രചരിപ്പിച്ചതിന് എന്ത് പറയും? അല്ല, അത് ഞാൻ പറയാം. അല്ല, ഞാൻ പറഞ്ഞോട്ടെ. അന്ന് എന്താ പ്രചരണം നടത്തിയത്? അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രചരണം എന്തായിരുന്നു? വയനാട് നമുക്കറിയാമല്ലോ, ലീഗിന് പ്രാതിനിധ്യമുള്ള ഒരു മണ്ഡലമാണ്. ലീഗ് മൈനസ് കോൺഗ്രസ്, രാഹുൽ ഗാന്ധി എന്തായിരിക്കും അവിടുത്തെ സ്ഥിതി? ലീഗിനെ മൈനസ് ചെയ്താൽ ഈ പറയുന്ന പ്രചരണങ്ങളൊന്നും അവിടെ നടക്കില്ലല്ലോ, ഒരു വീരവധു അവിടെ നടക്കില്ലല്ലോ. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, അവിടെ ഈ തെരഞ്ഞെടുപ്പ് നേരിട്ട സമയത്ത് രാഹുൽ ഗാന്ധി എന്താ കോൺഗ്രസിന്റെയും ലീഗിന്റെയും പതാക ഉപയോഗിക്കാത്തത്? അല്ല, ഞാനൊരു കാര്യമുണ്ട്. ലീഗിനെ മൈനസ് ചെയ്താന്ന് പറഞ്ഞാൽ, അല്ല ശ്രീ പത്മകുമാർ, അതിനകത്തൊരു ചെറിയ പ്രശ്നമുണ്ട്. ഞാനൊന്ന് പറഞ്ഞോട്ടെ. അതായത് ലീഗിനെ മൈനസ് ചെയ്ത് രാഹുൽ ഗാന്ധി എന്താണെന്ന് ചോദിച്ചാൽ, അല്ല, ഒറ്റ കാര്യമേ ഉള്ളൂ. അതായത് നിതീഷ് കുമാറിനെയും അല്ലല്ല ഞാൻ പറഞ്ഞത്, ഞാൻ താങ്കൾ പറഞ്ഞ കാര്യം തന്നെയാണ് ഞാൻ താങ്കളോട് പറഞ്ഞത്. ഇതിനകത്ത് താങ്കൾ അതിനകത്തൊരു ഡിസ്റെസ്പെക്ട് ആയിട്ട് കാണണ്ട. ഞാൻ പറഞ്ഞത് ഞാനൊന്ന് പറഞ്ഞിട്ട് ഞാനൊന്ന് പറഞ്ഞു തീർത്തിട്ട് നിങ്ങൾ കോൺഗ്രസിന്റെ പൊന്നാപുരം കോട്ടയം എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ലീഗിനെ മാറ്റി നിർത്തിക്കൊണ്ട് കോൺഗ്രസിന് വയനാട് ഒന്നുമല്ല. ഇനി ഞാൻ ചോദിക്കട്ടെ, ആത്മാർത്ഥമായിട്ട് ഞാൻ ചോദിക്കട്ടെ, കോൺഗ്രസ് നമ്മുടെ പ്രിയങ്ക ഗാന്ധി മത്സരിക്കാൻ വരുമ്പോ ഈ ലീഗിന്റെയും കോൺഗ്രസിന്റെയും കൊടി അവിടെ ഉയർത്തുമോ? ഉയർത്തുമോ? അങ്ങനെ ഉയർത്തുകയാണെങ്കിൽ നേരത്തെ ആ രീതിയിൽ കോൺഗ്രസിന്റെയും ലീഗിന്റെയും കൊടി പിടിക്കാത്തത് രാഷ്ട്രീയ വഞ്ചനയല്ലേ? അപ്പൊ ഇതൊക്കെ നമുക്കറിയാം, രാഷ്ട്രീയത്തില് തൽക്കാലം അധികാരത്തിന് വേണ്ടിയിട്ട് പല നാടകങ്ങളും കാണിക്കും. ഇപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ
മുഖമാണ്, ഇന്ദിരാഗാന്ധിയെ പോലെയാണ്, നെഹ്റു കുടുംബമാണെന്നൊക്കെ പറയും. ഇന്ദിരാഗാന്ധിയുടെ സ്വഭാവം ആണ് എന്ന് പറയാത്തത് ഭാഗ്യം. നിങ്ങൾക്കറിയാലോ 75-77 കാലഘട്ടത്തിൽ ഇന്ത്യയിലെ മൗലിക അവകാശങ്ങളൊക്കെ അതിനെല്ലാം കൂച്ചുവിലം കിട്ട് ഏകാധിപത്യത്തിന്റെ സ്ത്രീരൂപമായിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധി അന്ന് എന്താണ് ഇന്ത്യയിൽ ചെയ്തതെന്നുള്ളത്, എങ്ങനെയാണ് ജനാധിപത്യ പ്രക്രിയയെ അദ്ദേഹം കണ്ടിരുന്നത് എന്നൊക്കെ മനസ്സിലാവുമല്ലോ. അപ്പൊ അതുകൊണ്ട് ഈ രീതിയിലുള്ള വാഴ്ത്തുപാട്ടുകളൊക്കെ നമുക്ക് സമീപഭാവിയിൽ കാണാം. BJPയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ജിൻഡോ പറയുന്നത് കേട്ടു, ഞങ്ങൾ ധൈര്യപൂർവ്വം നേരിട്ടു, ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയില്ല, പക്ഷേ ഭാരതീയ ജനതാ പാർട്ടി അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പിടിച്ച ആ സീറ്റുകളുടെ എണ്ണം ഈ ഇന്ത്യ മുന്നണി എല്ലാം കൂടി ചേർന്നാൽ കിട്ടുമോ? ഉണ്ടോ? എവിടെയാണ് ഞങ്ങളുടെ ഈ ഒറ്റയ്ക്ക് നമ്മൾ നേരിട്ട് മത്സരിച്ച കുറെ സംസ്ഥാനങ്ങളുണ്ടല്ലോ. UP-യിലും മഹാരാഷ്ട്രയിലും കഴിഞ്ഞാൽ ചില സീറ്റിന്റെ കുറവ് വന്നു കഴിഞ്ഞാൽ എവിടെയാണ് കോൺഗ്രസ് BJPയോട് ഏറ്റുമുട്ടി വിജയിച്ചത്? അപ്പൊ ഇതൊക്കെ കുറെ വാഴ്ത്തുപാട്ടുകാരും പ്രചരണങ്ങളും ഒരു മീഡിയയും എല്ലാം കൂടി ചേർന്നിട്ട് ഒരു ഹൈപ്പ് കൊടുത്ത്. ശരി, ഇനി ഞാനൊന്ന് പറയാലോ ശ്രീ JR പത്മകുമാർ, ഇനി ഞാൻ പറയട്ടെ. ഇപ്പൊ താങ്കൾ പറഞ്ഞത് ലീഗിന്റെയും കോൺഗ്രസിന്റെയും പതാക ഒരുമിച്ച് കെട്ടി പ്രചാരണം നടത്തുമോ? നടത്താത്തതിന് കാരണം അങ്ങനെ നടത്തുമ്പോഴേക്കും ഉത്തരേന്ത്യയിൽ മറ്റൊരു പ്രചാരണം സമാന്തരമായി നടക്കുകയാണ്. പാകിസ്ഥാന്റെ പതാക കാണിച്ചുകൊണ്ടാണ് രാഹുൽ വോട്ട് ചോദിക്കുന്നതെന്ന്. അവർ രാഷ്ട്രീയ അടവ് നയം സ്വീകരിച്ചിട്ടുണ്ടാകും. രണ്ട്, താങ്കൾ പറഞ്ഞു മുസ്ലിം ലീഗിനെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി എന്താണ്? നിതീഷിനെയും ചന്ദ്രബാബു നായിഡുവിനെയും മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഈ രാജ്യത്തെ ഭരിക്കാൻ BJPക്ക് പറ്റില്ല. അല്ല, അത് ഈ തെരഞ്ഞെടുപ്പില് ഈ ഞങ്ങളുടെ NDA മുന്നണി ആണ് ഭൂരിപക്ഷം വന്നത്. ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയിട്ടില്ലെന്നല്ല എല്ലാവർക്കും അറിയാമല്ലോ. പക്ഷെ ഞങ്ങൾ ബീഹാറിൽ ഞങ്ങൾ നേരിട്ടിട്ടുണ്ടോ ഒറ്റയ്ക്ക്? അവിടുത്തെ ഏറ്റവും വലിയ കക്ഷിയാരാ? ഏറ്റവും വലിയ നിയമസഭയിലെ അംഗങ്ങളുള്ള കക്ഷിയാരാ? ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നിങ്ങൾ നോക്കിക്കോ അതെങ്ങനെയായിരിക്കും ഭാരതീയ ജനതാ പാർട്ടിയുടെ ശക്തിയും പിന്തുണയും. ഞങ്ങളൊരു മുന്നണിയായിട്ടല്ലേ മത്സരിക്കുന്നത്. ഞാൻ പറഞ്ഞത് അതല്ല, നിങ്ങളുടെ ഈ സ്ഥാനാർത്ഥിയായിട്ടല്ലേ രാഹുൽ ഗാന്ധി കോട്ട അല്ല, കോൺഗ്രസിന്റെ പൊന്നാവ് അങ്ങനെ അല്ലല്ലോ. നിങ്ങൾ പറഞ്ഞത് അതൊന്നും അല്ലല്ലോ. ഇന്ദിരാഗാന്ധിയുടെ മുഖം, നമ്മുടെ കോൺഗ്രസിന്റെ പൊന്നാപുരം കോട്ട എന്നൊക്കെ പറഞ്ഞത് കൊണ്ട് ഞാൻ പറഞ്ഞത് ലീഗിന്റെ തോളിൽ കയറി ഇരിക്കുന്നത് കൊണ്ട് മാത്രമാണ് കോൺഗ്രസിന്റെ പൊന്നാപുരം കോട്ട എന്ന് പറയാൻ കഴിയുന്നത്. അതല്ലെങ്കിൽ കോൺഗ്രസിന്റെ പൊന്നാപുരം കോട്ട അല്ല. ഇത് സംഭവിച്ചത് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. മുരളീധരനെ നല്ലൊരു പണി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് കോൺഗ്രസിന്റെ കേരളത്തിലെ കുറെ നേതൃത്വം ചെയ്തൊരു പണിയാണ്. അതിനെ മറച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കുറെ ആലങ്കാരികമായിട്ട് പൊന്നാപുരം കോട്ടയാണ് ഞങ്ങൾ അങ്ങ് ജയിച്ചു കയറും എന്നൊക്കെ പറഞ്ഞ് പ്രചരണം നടത്തും. ഇത് രാഷ്ട്രീയമായി ധാർമ്മികത ഉണ്ടോ? അതുകൊണ്ടല്ലോ അനിൽ രാജ പറഞ്ഞത്. ഒരു കാര്യം കൂടി പറയാം. താങ്കൾ പറഞ്ഞത്, താങ്കൾ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതിനകത്ത് പറഞ്ഞു. അതായത് രാഹുൽ ഗാന്ധിക്ക് എന്ത് ആത്മവിശ്വാസമാണ് ഉണ്ടായിരുന്നത് റായ്ബറേലിയിൽ അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന സമയത്ത്, വയനാട്ടിൽ മത്സരിക്കാൻ വന്നപ്പോൾ? ഒരു നേതാവിന് ആത്മവിശ്വാസം ഉണ്ടാകുന്നത് ജനങ്ങളുടെ അംഗീകാരം കിട്ടുമ്പോഴാണ്, ജനവിധി അനുകൂലമാകുമ്പോഴാണ്. ഇപ്പോൾ നരേന്ദ്രമോദിക്ക് കഴിഞ്ഞ 2 തവണ അദ്ദേഹം പ്രധാനമന്ത്രി ആയിരുന്നപ്പോഴുള്ള ആത്മവിശ്വാസം ഇപ്പോൾ അദ്ദേഹത്തിന് കാണില്ല. കാരണം മറ്റ് 2 പേരുടെ പിന്തുണയിലാണ് ആ സർക്കാർ നിൽക്കുന്നത് എന്നതുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് ആത്മവിശ്വാസം കൂടും. കാരണം റായ്ബറേലിയിലും വയനാട്ടിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വാരണാസിയിൽ കിട്ടിയതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിലാണ് അയാൾ ജയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആത്മവിശ്വാസം എന്നത് ജനാധിപത്യത്തിൽ ജനം നൽകുന്ന അംഗീകാരത്തിൽ നിന്നാണ്. ആ ആത്മവിശ്വാസത്തിലാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ വയനാട് ഒഴിഞ്ഞ് സഹോദരി അവിടെ മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ അതിൽ ആത്മവിശ്വാസം കാണുന്നില്ലല്ലേ? നിങ്ങൾ പറഞ്ഞ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞതിനല്ല നിങ്ങൾ മറുപടി പറഞ്ഞത്. ഞാൻ അതിലാണ് മറുപടി പറഞ്ഞത്. തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള കാര്യമല്ല, തെരഞ്ഞെടുപ്പിന് മുന്നേ വന്ന് ജനങ്ങളെ പറ്റിച്ചു എന്നാണ് ഞാൻ പറഞ്ഞത്. റായ്ബറേലിയിൽ മത്സരിക്കുന്നു എന്ന് പറയാതെ ആ കാര്യം ആളുകൾക്ക് ആത്മവിശ്വാസം, നേതാക്കൾക്ക് ആത്മവിശ്വാസം ഉണ്ടാകുന്നത് ജനങ്ങളുടെ പിന്തുണയിൽ നിന്നാണ്. ആ ആത്മവിശ്വാസം ഇപ്പോൾ രാഹുൽ ഗാന്ധി ആർജിച്ചെടുത്തു എന്നാണ് ഞാൻ പറഞ്ഞത്. ജനങ്ങളുടെ പിന്തുണ ഉള്ളത് കൊണ്ടാണല്ലോ ജയിച്ചത്. അല്ലല്ല, ജനങ്ങളുടെ പിന്തുണ ഉള്ളത് കൊണ്ടാണല്ലോ 242 സീറ്റ് ഞങ്ങൾ നേടിയത്. സമ്മതിച്ചല്ലോ. ജനങ്ങളുടെ പിന്തുണ അത് കള്ളച്ചൂതാണെന്ന് ഇവിടെ ആരും പറഞ്ഞില്ലല്ലോ. നിങ്ങൾ 242 സീറ്റുകൾ ജയിച്ചത് ശ്രീ JR പത്മകുമാർ കള്ളച്ചൂതാണെന്ന് ആരും പറഞ്ഞില്ലല്ലോ. താങ്കളല്ലേ പറഞ്ഞത് കള്ളച്ചൂതിലാണ് രാഹുൽ ഗാന്ധി ജയിച്ചതെന്ന്? ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ BJPക്ക് 242 സീറ്റ് കിട്ടിയത് കള്ളച്ചൂതിലാണെന്ന്. ഐ ഡിഡ്ന്റ് സേ ദാറ്റ്. ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് നിങ്ങൾ തെറ്റിദ്ധരിച്ചു. ഞാൻ പറഞ്ഞത് റായ്ബറേലിയിൽ മത്സരിക്കുന്ന കാര്യം വയനാട് മറച്ചു വെച്ചു. അത് ശരിയോ തെറ്റോ? ആനി രാജ ഇപ്പൊ പറഞ്ഞല്ലോ. അവസാനം ഇവിടുത്തെ പോളിംഗ് കഴിഞ്ഞ് വോട്ട് പെട്ടിയിലാകുന്നത് വരെ വേറൊരു മണ്ഡലത്തിൽ ഞാൻ മത്സരിക്കുന്നു എന്നുള്ള കാര്യം പറയാൻ കഴിഞ്ഞോ? അതാണ് ആത്മവിശ്വാസക്കുറവെന്ന് ഞാൻ പറഞ്ഞത്. അതിന് നിങ്ങൾക്ക് എന്താണ് ന്യായീകരണം? ശ്രീ JR പത്മകുമാർ, അതാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസക്കുറവാണെങ്കിൽ ശരി, അങ്ങനെ. പക്ഷെ ഇപ്പോൾ അദ്ദേഹത്തിന് ആത്മവിശ്വാസത്തോടുകൂടി പറയാൻ പറ്റുന്നുണ്ടല്ലോ. അങ്ങനെ പറയാൻ സാഹചര്യം ഒരുക്കിയത് ഇന്ത്യയിലെ ജനങ്ങളാണെന്നാണ് ഞാൻ പറഞ്ഞത്.
ഒരു നിങ്ങൾക്കൊരു മാൻഡേറ്റ് കിട്ടുമ്പോഴാണ് ഒന്നുമില്ല. നേതാക്കൾക്ക് ആത്മവിശ്വാസം 99 ഉണ്ടാകുന്നത്. സീറ്റും നേടി. അല്ല, അങ്ങനെ 99 നമ്മൾ ഒരു മോർ കോൺഫിഡന്റ് രാഹുൽ ഗാന്ധിയാണ് കാണുന്നത്. 415 സീറ്റ് അല്ലല്ലോ ഇല്ല 415 സീറ്റ് നേടി അധികാരത്തിൽ വന്ന ഒരു പ്രസ്ഥാനം ഇന്ന് 99 സീറ്റും വന്ന് നിന്നുകൊണ്ട് 242 സീറ്റ് കിട്ടിയത് നിങ്ങളെ ഞാൻ തോപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇത് എന്ത് ജനാധിപത്യമാണ്? 242 സീറ്റ് ബി ജെ പിക്ക് കിട്ടിയതിനെ കള്ളച്ചൂതെന്ന് ഞാൻ വിളിക്കുന്നില്ല. പിന്നെ താങ്കൾ പറഞ്ഞത് ഇന്ദിരാഗാന്ധിയെ രാജ്യത്തിന് അറിയാമല്ലോ എന്നാണ്. ശ്രീ ജെ ആർ പത്മകുമാർ, ഒരു കാര്യത്തിൽ ഞാൻ താങ്കളോട് പൂർണ്ണമായി യോജിക്കുന്നുണ്ട്. അടിയന്തരാവസ്ഥ എന്ന ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു കാലത്തും ഒരു ജനാധിപത്യ വിശ്വാസിക്ക് അംഗീകരിക്കാൻ പറ്റാത്ത സ്വേച്ഛാപരമായ നടപടിയെടുത്ത ആളാണ് ഇന്ദിരാഗാന്ധി. ചരിത്രത്തിൽ അങ്ങനെ തന്നെ അവരെ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്, തർക്കമേ ഇല്ല എനിക്ക്. പക്ഷേ ഇന്ദിരാഗാന്ധി രാജ്യത്തിന് ആരായിരുന്നുവെന്ന് സുരേഷ് ഗോപിക്ക് കൂടി BJP പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അല്ല, ഞാൻ നിങ്ങളോട് പറഞ്ഞത്, നിങ്ങൾ ഇപ്പൊ കള്ളച്ചൂത് എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയ നിലപാടിനെയാണ്. അത് നിങ്ങൾ ന്യായീകരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയുക, അത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് വയനാടിൽ രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കുന്നു എന്നുള്ള കാര്യം പറഞ്ഞില്ല. ഇവിടുത്തെ തെരഞ്ഞെടുപ്പിന് ശേഷം അവിടെ ചെന്ന് ഞാൻ ഇവിടെ നിങ്ങളുടെ MP ആവാൻ പോകുന്നു എന്ന് പറഞ്ഞ് അവിടുത്തെ ജനങ്ങളെ വിശ്വസിപ്പിച്ച് വോട്ട് നേടി. ഇതിനെയാണ് ഞാൻ കള്ളച്ചൂത് എന്ന് പറഞ്ഞത്.